സീറോ മലബാർ സഭയിൽ ഈ കടലിൽ കാറ്റും കോളും പ്രശ്നങ്ങളും പ്രതിസന്ധിയും എല്ലാം രൂപപ്പെടുത്തിയത് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും ഇവിടുത്തെ കുറെ വിമത വൈദികരും മാത്രമാണ്. അത് കർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കരുത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. സീറോ മലബാർ സഭ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളാരോ ഞാനാരോ അല്ല. നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കാറ്റും കോളും വളരെ കലുഷിതമാണ്. പക്ഷെ ഇവിടെ ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, കർത്താവിനെ നമ്മൾ വിളിച്ചുണർത്തണം. ശുദ്ധ അസബന്ധമാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സൃഷ്ടിയാണ് എങ്കിൽ അതിനെ നടപടികൾ എടുത്ത് തക്ക സമയത്ത് തിരുത്തി അടി കൊടുക്കണമെങ്കിൽ അടി കൊടുക്കണം, തിരുത്തൽ കൊടുക്കണമെങ്കിൽ തിരുത്തൽ കൊടുക്കണം, മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്തണം. അങ്ങനെ കൃത്യമായി ആ കടലിനെ ആ കാറ്റിനെ നിങ്ങൾ ശാസിക്കണം. ആ ശാസന നിങ്ങൾ എടുക്കുന്നതിന് പകരം വിശ്വാസികളോട് കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുട്ടുകുത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കപട വിശ്വാസത്തിലേക്ക് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നവരായി സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും മേജർ ആർച്ച് ബിഷപ്പും മാറരുത്. ആഭിചാര ക്രിയകൾ നടത്തി പരിശുദ്ധമായ കുർബാന ദുരുപയോഗിച്ചവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം. അവരെ എന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നോ അന്ന് മാത്രമേ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് മെത്രാൻ സിനഡിൽ മേജർ ആർച്ച് ബിഷപ്പിൽ ഇവിടെ വൈദികരിൽ വിശ്വാസമുണ്ടാകൂ. സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഒരു അപേക്ഷയുണ്ട്. നമ്മുടെ സൗകര്യത്തിനൊത്ത് അവസരങ്ങൾക്കൊത്ത് ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കരുത്, പ്രത്യേകിച്ച് പിതാക്കന്മാർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സംബന്ധിച്ചാണെങ്കിൽ അവർ കാലാകാലങ്ങളായി വിശ്വാസികളുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച പ്രസംഗങ്ങളിൽ ദൈവവചനം അവസരത്തിനൊത്ത് വ്യാഖ്യാനിക്കുന്നതും നുണകൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതും അവർ ഒരു ശീലമാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയൊരു ആപത്താണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സീറോ മലബാർ സഭ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് ഉദാഹരണമായി അല്ലെങ്കിൽ പരിഹാരമായി സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സുവിശേഷത്തിലെ ഒരു വചനഭാഗം വ്യാഖ്യാനിച്ച് ഒരു പരിഹാരം നിർദ്ദേശിക്കുകയുണ്ടായി. ഞാൻ പറയുന്നു, ഇവിടെ റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രബോധനം തെറ്റായ പ്രബോധനമാണ്, അതിന് കാരണവുമുണ്ട്. കാറ്റും കടലും കോളും നൗകയെ ശല്യപ്പെടുത്തിയപ്പോൾ പത്രോസ് പഠിച്ച പണി 18 പരിശ്രമിച്ചു. കർത്താവ് കപ്പലിൻ്റെ തലഭാഗത്ത് തലയണ വെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. കർത്താവ് സൂത്രക്കാരനാണെന്ന് എനിക്ക് തോന്നണേ. പത്രോസ് ഇത് തച്ചൻ്റെ മോനൽ ഇയാൾക്കൊന്നും അറിയാൻ പാടില്ലെന്ന് കരുതിയിട്ട് പത്രോസാണ് എല്ലാ തന്ത്രവും പയറ്റിയത്. അവസാനം ഒന്നും വിജയിക്കാണ്ടായപ്പോൾ പത്രോസ് ഒരു കാര്യം ചെയ്തു. ബുദ്ധി ഉണ്ടായിരുന്നു പത്രോസിന്. കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കി ശമിച്ചു. സീറോ മലബാർ സഭ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളാരോ ഞാനാരോ അല്ല. നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കാറ്റും കോളും വളരെ കലുഷിതമാണ്. പക്ഷെ ഇവിടെ ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, കർത്താവിനെ നമ്മൾ വിളിച്ചുണർത്തണം. അതുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കണം. ഒറ്റക്കെട്ടായിട്ട് കർത്താവെ ഞങ്ങൾ നശിക്കുന്നു, നീ ഉണരണേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉണരും, എല്ലാം ശാന്തമാക്കും, എല്ലാം കർത്താവ് ശരിപ്പെടുത്തും. ഇതാണ് സീറോ മലബാർ സഭയിലെ കുറെ നാളുകളായുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായി സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ നിർദ്ദേശിച്ച ഒരു പരിഹാരം. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയിലെ 60 ലക്ഷത്തോളം ആളുകൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിനോട് ഇത് ശാന്തമാക്കാൻ പറയുക. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പരിഹാര മാർഗം. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ തോന്നും, തട്ടിൽ പിതാവ് പറഞ്ഞതിലും വാസ്തവമില്ലേ, ഇതാണോ ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ ഒരുപക്ഷെ പരിഹാരം ആവുകയില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ പിതാവ് നിർദ്ദേശിച്ച ഈ ഒരു പരിഹാരം വേണ്ട എന്നല്ല. പക്ഷേ ഇത് അനവസരത്തിലുള്ള ഒരു സുവിശേഷ പ്രബോധനമാണ്. വിശദീകരിക്കാം. സുവിശേഷത്തിലെ ഈ ഒരു വചനഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ജീവിത സാഹചര്യങ്ങളുമായി ഏറെ പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒരു വചനഭാഗമാണ് ഇവിടെ തട്ടിൽ പിതാവ് പരാമർശിച്ചത്. ജീവിതമാകുന്ന നൗകയിൽ
നമ്മുടെ ജീവിത വഞ്ചിയിൽ കഷ്ടപ്പാടുകൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക തകർച്ചകൾ കൊണ്ടുമെല്ലാം നമ്മുടെ ജീവിത വഞ്ചി ആടിയുലയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കർത്താവിനെ നാം കാണുന്നില്ല. അവിടെ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിത വഞ്ചിയെ ശാന്തമാക്കാനുള്ള കഴിവ് കർത്താവിനുണ്ട്. ആ കർത്താവിനെ വിളിക്കണം. അങ്ങനെ ഒരു ചിന്തയാണ് സുവിശേഷം ഇവിടെ വരച്ച് കാണിക്കുന്നത്. അത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയവുമായി ബന്ധപ്പെടുത്തി ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇത് വസ്തുത വിരുദ്ധമാണ്. കാരണം ഇവിടെ ജീവിത നൗക, ഇവിടെ സുവിശേഷത്തിൽ കാണുന്ന ശിഷ്യന്മാരും ഈശോയും യാത്ര ചെയ്യുന്ന, ഈശോ തല ചായച്ച് വഞ്ചിയിൽ ഉറങ്ങുമ്പോൾ കടല് പ്രക്ഷുബ്ധമാകുന്നു, ശക്തമായ കാറ്റും കോളും, തിരമാലകൾ ആർത്തലച്ച് വഞ്ചിയിലേക്ക് പ്രവേശിക്കുന്നു, ശിഷ്യന്മാർ ഭയചകിതരാകുന്നു. എന്നാൽ ക്രിസ്തുവാകട്ടെ വളരെ ശാന്തമായി വഞ്ചിയുടെ ഒരു തലയ്ക്കൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ സുഖമായി വിശ്രമിക്കുന്നു. അപ്പോൾ ഈ വഞ്ചിയിൽ നിന്ന് പത്രോസ് വിളിച്ചു പറയുന്നു, കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഉണരുക, ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക. അങ്ങനെ ശിഷ്യന്മാരുടെ ആദിയും വെപ്രാളവും കണ്ട് കർത്താവ് എഴുന്നേൽക്കുന്നു. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പ്രതീക്ഷ, ഒരു വലിയ ഉണർവ്, ഒരു ക്രിസ്തുവിൽ ആശ്രയിക്കാനുള്ള ഒരു വലിയ ദൈവാശ്രയത്വം, ഇതൊക്കെയാണ് സുവിശേഷം വരച്ചു കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു നൗകയെ സീറോ മലബാർ സഭയുമായി ബന്ധിപ്പിച്ചാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇവിടെ പരാമർശിക്കുന്നത്. കുറച്ചു നാളായി സീറോ മലബാർ സഭ അതിശക്തമായ കടലിൽ എന്നതുപോലെ അതിശക്തമായി കാറ്റും കോളും ആർത്തലയ്ക്കുന്ന തിരമാലകൾ കൊണ്ട് ഈ സീറോ മലബാർ സഭ ആടിയുലയുകയാണ്. സമാനമായ സംഭവം തന്നെയാണ്. ഇവിടെ ശിഷ്യന്മാരായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ വൈദികരുണ്ട്. ഇവിടെ പത്രോസിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവുണ്ട്. അപ്പൊ ഈ തട്ടിൽ പിതാവ് ഇവിടെയും പറഞ്ഞത് തന്നെ, പത്രോസിന്റെ സ്ഥാനത്ത് നിന്ന് തട്ടിൽ പിതാവ് പറയാണ്, കർത്താവെ, ഞങ്ങളുടെ ജീവിത നൗക, കർത്താവെ, ഞങ്ങളുടെ സഭയാകുന്ന നൗക ആടി ഉലയുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ വിളിച്ചുണർത്തണം, എന്നാലേ ഇവിടെ പരിഹാരമാകൂ. ഇവിടെ തട്ടിൽ പിതാവ് പറഞ്ഞ ഒരു വാക്കുകൂടി കേൾക്കാം, നിങ്ങൾ ആരുമല്ല, ഞാനും ആരുമല്ല. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും സിനഡ് പിതാക്കന്മാരും നമ്മളും ഒന്നും ആരുമല്ല. നിങ്ങളും ആരുമല്ല, ഞാനും ആരുമല്ല എന്ന് പറഞ്ഞാൽ ഈ സീറോ മലബാർ സഭയാകുന്ന ഈ ഒരു നൗകയെ ശാന്തമാക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാൻ ആരുമല്ല. ഈ നൂറ്റാണ്ടിലെ, ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശുദ്ധ അസബന്ധമാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത്. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തിരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മ നിവേശിതമാണ്, പരിശുദ്ധാത്മാവിന്റെ തിരഞ്ഞെടുപ്പാണ് എന്ന് വ്യാഖ്യാനിച്ചവർ അത് തിരുത്തണം എന്ന് ഞാൻ പറയുന്നു. കാരണം അങ്ങനെ ഒരു വ്യക്തിയുടെ ആവശ്യം ഇവിടെ ഇല്ല. അതാണ് തട്ടിൽ പിതാവ് പറഞ്ഞത്, നിങ്ങൾ ആരുമല്ല, ഞാനും ആരുമല്ല. അദ്ദേഹം സീറോ മലബാർ സഭയുടെ പരമ അധ്യക്ഷനാണ്, മേജർ ആർച്ച് ബിഷപ്പ്. എല്ലാ വൈദികരെക്കാളും ഉപരി, എല്ലാ മെത്രാന്മാരെക്കാളും ഉപരി സീറോ മലബാർ സഭയിലെ 60 ലക്ഷം വിശ്വാസികളെയും ഇടയനായി നിന്ന് നയിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. അദ്ദേഹം ആരുമല്ല എന്നൊരു പദപ്രയോഗം ഇനി സീറോ മലബാർ സഭയിൽ അദ്ദേഹം അധ്യക്ഷനായി ഇരിക്കുന്ന കാലത്തോളം ഉണ്ടാകാൻ പാടില്ല. കത്തോലിക്ക സഭയിൽ 23ഓളം വ്യക്തിസഭകളിൽ 3-ാം സ്ഥാനത്ത് അതിശക്തമായി പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന വ്യക്തിഗത സഭയാണ് സീറോ മലബാർ സഭ. ആ സഭയുടെ തന്നെ ഒരു പരമ അധ്യക്ഷനാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ്. എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ പത്രോസിന്റെ സ്ഥാനം മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനാണ്. കത്തോലിക്ക സഭയിലെ പത്രോസിന്റെ സ്ഥാനം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണെങ്കിൽ സീറോ മലബാർ സഭയിലെ പത്രോസിന്റെ സ്ഥാനം മാർ റാഫേൽ തട്ടിൽ പിതാവിനാണ്. അപ്പോ ഇവിടെ ഈ നൗകയിൽ ഈ പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണം. ഇവിടെ ഈ വചനം പിതാവ് വ്യാഖ്യാനിച്ചത് തെറ്റാണ് എന്ന് ഞാൻ പറയാനായിട്ട് ഒരു അടിസ്ഥാനപരമായ കാരണമുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. സുവിശേഷത്തിലേക്ക് തിരികെ പോവാം. സുവിശേഷത്തിൽ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരെ താൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ തക്ക കഴിവുള്ളവനാണ് നിങ്ങളുടെ ജീവിത വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താനും കുറെ കൂടി പരിപൂർണമായി എന്നിൽ ആശ്രയിക്കാനും ഒരു ചിന്ത നൽകുന്നതിന് വേണ്ടി കർത്താവ് കടലിൽ ഇവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ്. അവിടെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് കാറ്റിനെയും കടലിനെയും തിരമാലകളെയും വെള്ളത്തെയും എല്ലാം സൃഷ്ടിച്ച കർത്താവ് ഈ വഞ്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ
അവിടെ ശാന്തമായി ഉറങ്ങുന്നുവെങ്കിൽ ഒരു കാര്യം സ്പഷ്ടമാണ്, ആ സമയത്ത് രൂപപ്പെട്ട കാറ്റും കടലും ആരുടെ സൃഷ്ടിയാണ്? കർത്താവായ ക്രിസ്തുവിന്റെ സൃഷ്ടിയാണ്. എന്തിനു വേണ്ടി? കൂടെ യാത്ര ചെയ്യുന്ന തന്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്താൻ. അതുകൊണ്ടാണ് ക്രിസ്തു ഉറക്കം നടിച്ചത്. ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്നുള്ള ആ ഒരു ഭീതി അവരിൽ ജനിപ്പിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചുണർത്തുവാനായി അവരെ പ്രേരിപ്പിക്കുകയും കർത്താവ് എഴുന്നേറ്റ് കൈകൾ നീട്ടി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനോടുണ്ടായ ഒരു ഗാഢമായ ആശ്രയത്വ ബോധം, ബന്ധം, തന്റെ ഗുരുവിലുള്ള ആ ഒരു വിശ്വാസം, ഇതെല്ലാം ദൃഢപ്പെടുത്തുവാനായി കർത്താവായ യേശു ക്രിസ്തു രൂപപ്പെടുത്തിയ ഒരു സാഹചര്യം മാത്രമാണ് കടലിലൂടെയുള്ള ഈ യാത്ര. അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് സീറോ മലബാർ സഭയിൽ സഭയുടെ മുഴുവൻ വിശുദ്ധീകരണത്തിനു വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത ഒരു സംഭവം തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം. ഈ വിഷയത്തിലൂടെ സീറോ മലബാർ സഭ നന്നാകുന്നില്ലെങ്കിൽ, രക്ഷപ്പെടുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, നവീകരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കടലിൽ ആർത്തുലയുന്ന തിരമാലകൾക്കുള്ളിൽപ്പെട്ട്, കാറ്റിലും കടലിലും പെട്ട് ഈ സീറോ മലബാർ സഭ എന്ന നൗക തകർന്നടിയും. ഒരു സംശയവും വേണ്ട, അതിനധികം താമസമൊന്നുമില്ല. സിനഡ് പിതാക്കന്മാർ ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ, മേജർ ആർച്ച് ബിഷപ്പ് ഈ കണക്കിനാണ് സഭയെ നയിക്കുന്നതെങ്കിൽ, സീറോ മലബാർ സഭ തകർന്ന് തരിപ്പണമാകും, കടലിൽ നിപതിക്കും. കടലിലുള്ള ആ വഞ്ചിയിലുള്ള സകല വിശ്വാസികളും പിതാക്കന്മാരും അച്ഛന്മാരും എല്ലാവരും കടലിൽ കാറ്റിലും കോളിലും പെട്ട് നശിക്കും. സംശയമൊന്നും വേണ്ട. ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇവിടെ തട്ടിൽ പിതാവ് പറയുന്നു, ഈ ഒരു നൗക ഈ കടലിൽ ആടി ഉലയുന്നു, കാറ്റും കോളും അതിശക്തമാകുന്നു, ആടി ഉലയുന്നു. അതുകൊണ്ട് എന്ത് പറയണം? കർത്താവിനെ വിളിക്കണം. കർത്താവിനെ വിളിച്ച്, കർത്താവെ, ഞങ്ങൾ സീറോ മലബാർ സഭ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയണം. അതല്ല ചെയ്യേണ്ടത്. കാരണം സുവിശേഷത്തിൽ കാറ്റും കോളും രൂപപ്പെടുത്തിയത് ക്രിസ്തു തന്നെയാണ്. ഇനിയാണ് ഞാൻ അടിവറിയിട്ട് പറയുന്ന കാരണത്തിലേക്ക് വരുന്നത്. സുവിശേഷത്തിൽ കടലിൽ കാറ്റും കോളും രൂപപ്പെടുത്തിയത് ക്രിസ്തുവാണ്. അതിന് കാരണവുമുണ്ട്. സീറോ മലബാർ സഭയിൽ ഈ കടലിൽ കാറ്റും കോളും പ്രശ്നങ്ങളും പ്രതിസന്ധിയും എല്ലാം രൂപപ്പെടുത്തിയത് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും ഇവിടുത്തെ കുറെ വിമത വൈദികരും മാത്രമാണ്. അത് കർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കരുത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. അതുകൊണ്ട് സുവിശേഷത്തിൽ കാറ്റിനെയും കടലിനെയും തിരമാലകളെയും കർത്താവ് ശാസിച്ച് ശാന്തമാക്കിയെങ്കിൽ സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്ന കാറ്റിനെയും കടലിനെയും തിരമാലകളെയും ശാസിക്കാൻ കടപ്പെട്ടവർ മേജർ ആർച്ച് ബിഷപ്പും സിനഡ് പിതാക്കന്മാരും മാത്രമാണ്. കർത്താവിനെ പണി ഏൽപ്പിക്കരുത്. വിശ്വാസികളെ പ്രാർത്ഥിക്കാനായി ആ പണി ഒരു വിശ്വാസികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ സീറോ മലബാർ സഭയിലെ ഒരു പിതാക്കന്മാരും ശ്രമിക്കരുത്. അസബന്ധമാണ്, അത് വഞ്ചനയുമാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സൃഷ്ടിയാണ് എങ്കിൽ അതിനെ നടപടികൾ എടുത്ത് തക്ക സമയത്ത് തിരുത്തി, അടി കൊടുക്കണമെങ്കിൽ അടി കൊടുക്കണം, തിരുത്തൽ കൊടുക്കണമെങ്കിൽ തിരുത്തൽ കൊടുക്കണം, മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്തണം. അങ്ങനെ കൃത്യമായി ആ കടലിനെ, ആ കാറ്റിനെ നിങ്ങൾ ശാസിക്കണം. ആ ശാസന നിങ്ങൾ എടുക്കുന്നതിന് പകരം വിശ്വാസികളോട് കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുട്ടുകുത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കപട വിശ്വാസത്തിലേക്ക് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നവരായി സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും മേജർ ആർച്ച് ബിഷപ്പും മാറരുത്. അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അതിന്റെ അർത്ഥം കർത്താവിനെ വിളിക്കണ്ട എന്നുള്ളതല്ല. നിങ്ങൾ ആരും പറയാതെ തന്നെ എറണാകുളത്തെ സഭയോടൊപ്പം നിലനിൽക്കുന്ന വിശ്വാസികൾ, സീറോ മലബാർ സഭയിലെ സഭയോടൊപ്പം നിലകൊള്ളുന്ന വിശ്വാസികൾ സകലരും കണ്ണീരോടെ വേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, മുട്ടേക്കുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നിങ്ങളാരും പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നടപടികൾ ഉണ്ടാവണം. നടപടികളില്ലാതെ ഈ സഭ മുന്നോട്ട് പോകില്ല. തൊലിപ്പുറമെയുള്ള ചികിത്സയൊന്നും ഇനി പോരാ. ആഭിചാര ക്രിയകൾ നടത്തി പരിശുദ്ധമായ കുർബാന ദുരുപയോഗിച്ചവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം. അവരെ എന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നോ അന്ന് മാത്രമേ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് മെത്രാൻ സിനഡിൽ, മേജർ ആർച്ച് ബിഷപ്പിൽ, ഇവിടെ വൈദികരിൽ വിശ്വാസം ഉണ്ടാകൂ. തീരുമാനം നിങ്ങൾ എപ്പോൾ നടപ്പാക്കുന്നോ ആ സമയം മുതൽ സീറോ മലബാർ സഭ രക്ഷപ്പെടാൻ തുടങ്ങും. ആ നടപടി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ
ഈ സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വചനം തെറ്റായി വ്യാഖ്യാനിച്ച് വിശ്വാസികളെ കൺഫ്യൂഷനിൽ ആക്കരുത് എന്ന അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി.